നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗുഡ് ഈവനിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നു കഴിഞ്ഞിരിക്കുന്നു. വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാട് നിയമസഭാ മണ്ഡലവും UDF നിലനിർത്തിയപ്പോൾ ചേലക്കര കാക്കാൻ LDFനും കഴിഞ്ഞു. വയനാട്ടിൽ കന്നി അംഗത്തിനിറങ്ങിയ പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾക്കൊപ്പം ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്ന പ്രധാനപ്പെട്ട മുഴുവൻ വാർത്തകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും നാളത്തെ സാധ്യതകളുമെല്ലാം 1.5 മണിക്കൂറിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോവുകയാണ്. ഇതറിഞ്ഞതും കണ്ടതും മാത്രമല്ല, അറിയേണ്ടതും കാണേണ്ടതുമാണ്. അപ്പോൾ തുടങ്ങാം. പ്രൈം ടൈമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. കോഴിക്കോട് കൂടരഞ്ഞി കൂമ്പാറയിൽ മിനി പിക്കപ്പ് ലോറി കുഴിയിലേക്ക് വീണ് അപകടം. കോൺക്രീറ്റ് ജോലി കഴിഞ്ഞ് മടങ്ങുന്ന തൊഴിലാളികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്ഥലത്ത് തിരുവമ്പാടി MLAയും തിരുവമ്പാടി CIയും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. ഞങ്ങള് ഈ വണ്ടി ഇങ്ങോട്ട് വന്ന് വീഴുന്നത് കണ്ടു. പിന്നെ പെരുത്ത സൗണ്ട് ആയിരുന്നു. പിന്നെ ഞങ്ങള് കാറി കൂകി എല്ലാവരും നേരത്തേന് എല്ലാരും വന്നു. അപ്പം 2 പേര് ആ വഴി ഇവിടെ ഞങ്ങൾ വരുന്നിടത്ത് കിടപ്പുണ്ട്. പക്ഷെ അവർക്ക് ബോധമൊന്നും ഇല്ലായിരുന്നു. 15 പേരുണ്ടായിരുന്നെന്നാ പറഞ്ഞത്. പിന്നെ ആംബുലൻസ് വന്നു, കൊണ്ടുപോയി കുറെ പേരൊക്കെ കൊണ്ടുപോയി. എന്റെ അമ്മേ, ആ തെങ്ങുള്ള കാരണം അവിടെ തങ്ങിയിരുന്നു, അല്ലെ അങ്ങ് പോയേനെ. മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. എന്താണ് ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? MLAയും പോലീസും തമ്മിലൊരു വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എങ്ങനെയാണ് മിഥില? ശ്രീജിത്ത്, ഇന്ന് 7 മണിക്കാണ്, വൈകുന്നേരം 7 മണിയോടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. കൂടരഞ്ഞി കൂമ്പാറയിലാണ്, മേലെ കൂമ്പാറയിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ഈ വാഹനം 15 അടി താഴ്ചയിലോട്ട് മറിയുകയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലായും ഈ വണ്ടിയിലുണ്ടായിരുന്നത്. 15 പേരല്ല, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 17 പേരാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 3 മലയാളികളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്നത് ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം. KMCT മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന ആളുടെ മരണമാണ് സ്ഥിരീകരിച്ചത് എന്നാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം. ഇതിനിടയിലാണ് തിരുവമ്പാടി CIയും തിരുവമ്പാടി MLAയും തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. അവിടെ സ്ഥലത്ത് തടിച്ചുകൂടിയ ആളുകളെ അവിടെ നിന്നും ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് തർക്കത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ലിൻഡോ ജോസഫിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ലിൻഡോ ജോസഫ് പറയുകയുണ്ടായി, തിരുവമ്പാടി CIയുടെ ഭാഗത്തുനിന്ന് വലിയ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത്. CIക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലിൻഡോ ജോസഫ് അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും വലിയൊരു അപകടമാണ് ഈ ഒരു കൂമ്പാറ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. നല്ല താഴ്ചയിലേക്കാണ് ഈ ഒരു വാഹനം മറിഞ്ഞത്. 17 പേർക്ക് പരിക്കുണ്ട്. ആ 17 പേരിൽ ഗുരുതരാവസ്ഥയിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. ആരാണ് എന്നത് വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും. റീജിത്ത്. ശരി, മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒരു മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. 17 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പാലക്കാടൻ പോരിൽ UDF ചേലക്കര ചുവന്ന് തന്നെ. വയനാടിന്റെ പ്രിയങ്കരിയായി പ്രിയങ്ക. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ചേലക്കരക്കാർക്ക് വിശ്വാസമാണ്. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം, അതിൻ്റെ വിശേഷങ്ങൾ, പിന്നീട് വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ, അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്ത് സംസാരിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ സ്വന്തമാക്കിയ വലിയ വിജയത്തിന് പിന്നാലെ മോദി സംസാരിക്കുന്നു തത്സമയം. साथियों, देश के हर राज्य का वोटर दूसरे राज्यों की सरकारों का आकलन भी करता है। वो देखता है
कि जो एक राज्य में बड़े बड़े प्रॉमिस करते हैं उनकी परफॉर्मेंस दूसरे राज्य में कैसी है। महाराष्ट्र की जनता ने भी देखा कि कर्नाटका, तेलंगाना और हिमाचल में कांग्रेस सरकारें कैसे जनता से विश्वासघात कर रही है। ये आपको पंजाब में भी देखने को मिलेगा। जो वादे महाराष्ट्र में किए गए उनका हाल दूसरे राज्यों में क्या है। इसलिए कांग्रेस के पाखंड को जनता ने खारिज कर दिया है। कांग्रेस ने जनता को गुमराह करने के इसके लिए जो दूसरे राज्यों के अपने मुख्यमंत्री तक मैदान में उतारे, तब भी इनकी चाल सफल हो नहीं पाएगी। इनके ना तो झूठे वादे चले और ना ही खतरनाक एजेंडा चला। മഹാരാഷ്ട്രയിൽ നിന്ന് നെഗറ്റീവ് പൊളിറ്റിക്സിനെ പരാജയപ്പെടുത്തി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. കുടുംബ രാഷ്ട്രീയം പരാജയപ്പെട്ടു. എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. ഇത് പ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ ഫലം, ഈ തെരഞ്ഞെടുപ്പ് ഫലം അധ്വാനത്തിൻ്റെ ഫലം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. കേരളത്തിലേക്ക് വന്നാൽ സസ്പെൻസ് പോരിൽ പാലക്കാടൻ കോട്ടയിൽ വിജയക്കൊടി നാട്ടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ കുതിച്ച ബി.ജെ.പിയുടെ സി കൃഷ്ണകുമാറിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റെക്കോർഡ് ജയം. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം. രണ്ടാം സ്ഥാനത്തിനായി സി കൃഷ്ണകുമാറും ഡോക്ടർ പി സരനും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വോട്ടെണ്ണലിന്റെ അവസാന റൗണ്ടുകളിൽ കണ്ടത്. തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ കേരളത്തിന്റെ സസ്പെൻസ് കോട്ട. പാലക്കാട് ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. വോട്ടെണ്ണൽ തുടക്കം തന്നെ ഉദ്വേഗഭരിതം. ബി.ജെ.പി. ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ സി കൃഷ്ണകുമാറിന്റെ മുഖത്ത് പുഞ്ചിരിത്തിളക്കം. ആദ്യ ഫലം പുറത്തു വന്നതു മുതൽ 1.25 മണിക്കൂറോളം ലീഡ് സി കൃഷ്ണകുമാറിന്. 4ാം റൗണ്ട് പൂർത്തിയായപ്പോൾ ബി.ജെ.പി. ക്യാമ്പിലെ പുഞ്ചിരി മാഞ്ഞു. പതിയെ ലീഡ് ഉയർത്തിയ രാഹുൽ ബി.ജെ.പി. കുതിപ്പിന് തടയിട്ടു. പിന്നെ മാറിമറിയുന്ന ലീഡുനില. എട്ടാം റൗണ്ട് വരെ ഇഞ്ചോടിഞ്ച്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ഉയർത്തിക്കൊണ്ടേയിരുന്നു. കോൺഗ്രസ് ക്യാമ്പിൽ ആഹ്ലാദത്തിന്റെ കരഘോഷം. ശക്തി കേന്ദ്രമായ പിരായിരിയിലെ വോട്ടെണ്ണിക്കഴിഞ്ഞതോടെ പിടിച്ചു നിർത്താനാകാത്ത വിധം ഭൂരിപക്ഷം 10,000 കടന്ന് രാഹുലിന്റെ കുതിപ്പ്. സ്വാധീന മേഖലകളായ മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിൽ നേരിയ ലീഡ് ഡോക്ടർ പി സരിൻ നേടിയെങ്കിലും രാഹുലിനെ വെല്ലാൻ കഴിഞ്ഞില്ല. സി കൃഷ്ണകുമാറുമായി 2ാം സ്ഥാനത്തിനായിരുന്നു അവസാന റൗണ്ടുകളിൽ ഡോക്ടർ പി സരിന്റെ പോര്. അപ്പോഴേക്കും റെക്കോർഡ് ജയം കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ഹൃദയത്തേരിലേറി. ഭൂരിപക്ഷം 18,000-ലേറെ. ഭയങ്കര സന്തോഷമുണ്ട്. ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കേണ്ട അവസരം തരുന്നത്. ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. ബി.ജെ.പിയേക്കാൾ 2,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്തായി LDF. ഷാഫി പറമ്പിലിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് പാലക്കാടൻ ജനത രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയത്. ബി.ജെ.പിയുടെ വോട്ടിൽ വൻ ഇടിവ്. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചുവെന്ന് പറഞ്ഞു നിൽക്കാമെന്നതാണ് LDFന്റെ ആശ്വാസം. പാലക്കാട് നിന്നും ടീം 24-നൊപ്പം തനേഷ് തമ്പി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട് MLA. ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി ഇനി നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദമുയരും. കന്നിയംഗത്തിൽ ബി.ജെ.പിയെ തോൽപ്പിച്ച് സഭയിലെത്തിയതിന്റെ രാഷ്ട്രീയ വീര്യമാകും രാഹുൽ മാങ്കൂട്ടത്തിന്.
കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഡോക്ടർ പി സരിനെ അടർത്തിയെടുത്ത് കളത്തിലിറക്കുമ്പോൾ CPIM-ന് സ്വപ്നങ്ങളേറെയായിരുന്നു. പാലക്കാടൻ കരിമ്പനകളിൽ വിജയത്തിന്റെ ചെങ്കൊടി കെട്ടുന്നത് CPIM മനക്കോട്ട കണ്ടു. ഈ ശ്രീധരനിലൂടെ നേടിയ മുന്നേറ്റത്തിന്റെ ചുവട് പിടിച്ച് മണ്ഡലം പിടിക്കാൻ പരിചിതനായ C കൃഷ്ണകുമാറിനെയാണ് BJP രംഗത്തിറക്കിയത്. പക്ഷേ എല്ലാം തകിടം മറിച്ച പ്രകടനമായിരുന്നു UDF-ന്റേത്. പാളയത്തിൽ പടയും കൊഴിഞ്ഞുപോക്കും തളർത്തിക്കളയുമെന്ന് കരുതിയിടത്തു നിന്ന് കോൺഗ്രസിന്റെ അസാധ്യ കുതിപ്പ്. ആ കുതിപ്പിന് ചുക്കാൻ പിടിച്ചത് ഷാഫി പറമ്പിലും VD സതീശനും. ഷാഫിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിക്കകത്തും പുറത്തും ഷാഫിക്ക് വെല്ലുവിളി ഉയർന്നു. രാഹുലിന്റെ വിജയം ഷാഫിക്ക് അഭിമാന പോരാട്ടമായി. രാഹുലിലൂടെ താനാണ് മത്സരിക്കുന്നതെന്ന പ്രതീതി സൃഷ്ടിച്ചു വടകര MP. രാഹുലിന്റെ തോളിൽ കൈയിട്ട് ഷാഫി നടന്നു. ഓരോ വീട്ടിലും കയറിയിറങ്ങി വോട്ട് ചോദിച്ചു. ത്രികോണപ്പോരിൽ ജയിച്ചു കയറാമെന്ന BJP തന്ത്രവും വിലപ്പോയില്ല. BJPക്കൊപ്പം RSSും കൃഷ്ണകുമാറിനായി വീട് വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിച്ചെങ്കിലും ഫലം നിരാശ. രണ്ടാം സ്ഥാനത്തെത്തിയെങ്കിലും വോട്ട് ചോർച്ചയുടെ കാരണം BJP നേതൃത്വം ഇനി വിശദീകരിക്കേണ്ടി വരും. സരിന്റെ വരവിലൂടെ ത്രികോണപ്പോരിന് CPIM കളമൊരുക്കി. പക്ഷേ പ്രചാരണത്തിൽ ഇടതുമുന്നണിയുടെ തന്ത്രങ്ങളെല്ലാം ബൂമറാങ്ങായി. കള്ളപ്പണം നിറച്ച ട്രോളിയും സന്ദീപ് വാര്യർക്കെതിരായ പത്രപരസ്യവും തിരിച്ചടിച്ചു. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കണമെന്ന് NN കൃഷ്ണദാസിന് പരസ്യമായി പറയേണ്ടി വന്നു. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ മികച്ച വിജയമാണ് ഇത്തവണ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത്. സന്തത സഹചാരിയെ പാലക്കാട് മണ്ണിൽ കാലുറപ്പിച്ച് നിർത്തിയ ഷാഫി പറമ്പിലിന്റെ ശബ്ദം ഇനി കോൺഗ്രസിൽ കൂടുതൽ കരുത്തോടെ മുഴങ്ങും. ടീം 24 പാലക്കാട്. പ്രൈം ടൈമിലേക്ക് വീണ്ടും ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരുപാട് പ്രേക്ഷകർ കമന്റുകളുമായി ഈ പരിപാടിക്കൊപ്പം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയുള്ള രാഷ്ട്രീയ പോര് അത് കമന്റ് ബോക്സിലും കാണാൻ കഴിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആഹ്ലാദം, അതുപോലെ സന്തോഷം, എതിരാളികളോടുള്ള രാഷ്ട്രീയ പരിഹാസം, ഇതൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. വളരെ സമഗ്രമായി തെരഞ്ഞെടുപ്പ് ഫലം 24-ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇന്ന് രാവിലെ 5 മണി മുതൽ തുടർച്ചയായി 24-നൊപ്പം ഉണ്ടായിരുന്നു എന്ന് കുറിക്കുന്ന പ്രേക്ഷകരുണ്ട്. തീർച്ചയായും സന്തോഷം. എല്ലാ കാലത്തും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തീർച്ചയായും ഒരു ഇലക്ഷൻ ചാനൽ എന്നുള്ള നിലയിൽ 24-നോടൊപ്പം പ്രേക്ഷകർ നിന്നിട്ടുണ്ട്. അതിൻ്റെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയുമാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. പാലക്കാട് BJP നേരിട്ടത് കനത്ത തിരിച്ചടിയാണ്. ശക്തി കേന്ദ്രങ്ങളിലെല്ലാം UDF കടന്നു കയറി. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പായിട്ടുകൂടി വോട്ടിലുണ്ടായ ചോർച്ച പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടും. ഭരണമുള്ള പാലക്കാട് നഗരസഭയിൽ വോട്ട് കുറഞ്ഞതും BJP കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. തുടക്കം മുതൽ കല്ലുകടിയായിരുന്നു BJPയിൽ. ശോഭാ സുരേന്ദ്രനു വേണ്ടി ദേശീയ കൗൺസിൽ അംഗമടക്കം നേരിട്ട് ഗോതയിലിറങ്ങിയപ്പോൾ തന്നെ പാളയത്തിൽ പടയാരംഭിച്ചു. N ശിവരാജനെ വിലക്കിയിട്ടും പ്രശ്നങ്ങൾ തീർന്നില്ല. പ്രചാരണത്തിലെ മെല്ലെപ്പൊക്ക് ചർച്ചയായി. സ്ഥിരമൊരു സ്ഥാനാർത്ഥിയെന്ന ലേബലും വോട്ടല്ല നോട്ടിലാണ് കണ്ണെന്ന ആരോപണങ്ങളും C കൃഷ്ണകുമാറിന് തിരിച്ചടിയായി. മൂത്താൻ സമുദായം കൈവിടുമെന്ന് കരുതിയിരുന്നെങ്കിലും അതുണ്ടായില്ല. A ക്ലാസ് മണ്ഡലത്തിലെ നാണം കെട്ട തോൽവിക്ക് നേതാക്കൾ മറുപടി പറയേണ്ടി വരും. വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും. പാലക്കാട് ഒരു 3,000-4,000 വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി. ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് നിയന്ത്രണം പൂർണ്ണമായി K സുരേന്ദ്രന്റെ കയ്യിലായിരുന്നു. വിജയസാധ്യതയുള്ള മറ്റ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇതിനുള്ള മറുപടി കൂടി സുരേന്ദ്രൻ നൽകേണ്ടി വരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ 7066 വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ BJPക്ക് കുറഞ്ഞത്. സന്ദീപ് വാര്യരുടെ സാന്നിധ്യവും അവസാനഘട്ടത്തിൽ BJPക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ശക്തി മേഖലയിലെ തോൽവിയിൽ ഇനി എന്ത് നടപടി എന്നാണ് കണ്ടറിയേണ്ടത്. 24 പാലക്കാട്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJPയിൽ പൊട്ടിത്തെറി. പാലക്കാട് സ്ഥാനാർത്ഥി മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വിജയം ഉറപ്പായേനെയെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ 24-നോട് പറഞ്ഞു. അടിത്തറയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ല എങ്കിലും മേൽക്കൂരയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോകാൻ പാടില്ലായിരുന്നുവെന്നും N ശിവരാജൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു BJPക്ക് അടിത്തറയ്ക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല. മേൽക്കൂരയ്ക്ക് ചില കോട്ടങ്ങളുണ്ട്. വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റിയ 3 മുഖങ്ങളാണ്
നമ്പർ 1 ശോഭാ സുരേന്ദ്രൻ, നമ്പർ 2 വി മുരളീധരൻ, 3 കെ സുരേന്ദ്രൻ. ഈ 3 പേർക്ക് മാത്രമേ പബ്ലിക്കിൻ്റെ ഇടയിൽ വോട്ട് വാങ്ങാൻ പറ്റൂ. ശോഭാ സുരേന്ദ്രനോ വി മുരളീധരനോ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ റിസൾട്ട് വേറെ മറിച്ചാകാമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോഴും ഉണ്ട്. അത് ഞാനായിരുന്നെങ്കിൽ മാറി നിന്നുണ്ടാവും. എനിക്ക് വേണ്ട. ഇപ്പം ഞാൻ നിന്നവനാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഞാൻ ചെയ്തിരുന്നു. ചേലക്കര ചെങ്കോട്ടയ്ക്ക് ഒരിക്കൽ കൂടി UR പ്രദീപിന്റെ വിലാസം. 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് UR പ്രദീപ് രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ചേലക്കരയിലെ LDFന്റെ വിജയം. 2.5 പതിറ്റാണ്ടിലേറെയായി ഇടതുപക്ഷത്തിന്റെ ഉള്ളം കൈയിലായിരുന്ന ചേലക്കര തിരികെ പിടിക്കാനാണ് രമ്യ ഹരിദാസിനെ മുൻനിർത്തി അരയും തലയും മുറുക്കി കോൺഗ്രസ് ഇറങ്ങിയത്. ദേശീയ നേതാക്കൾക്കടക്കം ചുമതല നൽകി മാസങ്ങൾ നീണ്ട പ്രചാരണം. എന്നാൽ ഇടതടിത്തറയും UR പ്രദീപിന്റെ വ്യക്തിപ്രഭാവവും മറികടക്കാൻ കോൺഗ്രസിനായില്ല. രമ്യ ഹരിദാസിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടതിലും ദയനീയമായ തോൽവി ചേലക്കരയുടെ ഇടതു മനസ്സ് സമ്മാനിച്ചു. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാകും ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നായിരുന്നു UDFന്റെ ആദ്യം മുതലുള്ള വാദം. സർക്കാരിനെതിരായ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കുമുള്ള പ്രതിരോധമാകും UR പ്രദീപിന്റെ വിജയം. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം മുതൽ LDF UR പ്രദീപിന്റെ വ്യക്തിപ്രഭാവം ഉയർത്തിക്കാട്ടാനാണ് ശ്രമിച്ചത്. മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ പോലുമില്ലാതെ നടത്തിയ പ്രചാരണം, പാർട്ടി സെക്രട്ടറി പ്രസംഗത്തിനു പകരം ബൂത്ത് കമ്മിറ്റികളിൽ പങ്കെടുത്ത് നടത്തിയ സംഘാടനം, എല്ലാ തന്ത്രങ്ങളും വിജയിച്ചതോടെ ഇടതോരം ചേർന്നു ചേലക്കര. ചേലക്കര അങ്ങനെ വീണ്ടും ചുവന്നു തുടുക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള മറുപടിയാകും ചേലക്കര എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന് നേരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധമാണ് LDFന് ഈ വിജയം. ക്യാമറാമാൻ ദിനേഷ് ബാബുരാജിനൊപ്പം സൂരജ്, 24. ചേലക്കരയിലെ വിജയം എല്ലാ നുണപ്രചാരണങ്ങൾക്കുമുള്ള മറുപടിയെന്ന് ഇടത് സ്ഥാനാർത്ഥി UR പ്രദീപ് 24നോട്. ജനങ്ങളുടെ പ്രതിനിധിയായി എന്നും അവർക്കൊപ്പം ഉണ്ടാകും. ഇടതുപക്ഷത്തിനും സർക്കാരിനും ലഭിച്ച മികച്ച അംഗീകാരമാണ് വിജയമെന്ന് കെ രാധാകൃഷ്ണൻ MP 24നോട് പറഞ്ഞു. തെറ്റായ പ്രചാരണങ്ങൾക്ക് ജനങ്ങൾ മറുപടി നൽകിയെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രവിത ലക്ഷ്മി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചേലക്കരയിലെ മികവുറ്റ വിജയത്തിന് ശേഷം LDF സ്ഥാനാർത്ഥി UR പ്രദീപും ഒപ്പം തന്നെ MP കെ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. മികവുറ്റ വിജയം നേടാൻ സാധിച്ചു. ആശംസകൾ. നന്ദി, വളരെ നന്ദി. അപ്പോ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ റോഡ് ഷോ നടത്തുകയാണ്. മുൻപുണ്ടായിരുന്ന പല അപവാദങ്ങൾക്കും ഒരു മറുപടി തന്നെയാണല്ലേ ഇത്? ഒരു സംശയമില്ലല്ലോ. എന്തെല്ലാം നുണകൾ അവർ പറഞ്ഞുണ്ടാക്കി. മാധ്യമങ്ങളിപ്പോൾ കൂടിയല്ലോ എന്നാണ് ഞങ്ങളുടെ വിഷമം. എന്നാൽ ഞങ്ങൾ നടത്തിയ പ്രവർത്തനം വളരെ സത്യസന്ധമാണെന്ന് ജനം വിലയിരുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണിത്. വർഗീയമായി പോലും ജനങ്ങളെ തരംതിരിപ്പിച്ച് നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. അതെല്ലാം ഞങ്ങൾ വളരെ ക്ഷമയോടുകൂടി ജനങ്ങൾ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും സത്യസന്ധമായി ഞങ്ങൾ ഇന്നലകളിൽ നടത്തിയ പ്രവർത്തനവും നാളെ നടത്താൻ പോകുന്ന പ്രവർത്തനവും ഞങ്ങൾ സത്യസന്ധമായി മുമ്പോട്ട് വെച്ചു. ജനം അത് വിശ്വാസമെടുത്തു. സർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്ന ഈ ഇലക്ഷൻ റിസൾട്ട് അത് തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ട് കൂടിയല്ലേ? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തുന്ന ഒരു റിസൾട്ടാണ് ചേലക്കരയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിനെതിരായിക്കൊണ്ട് വിധിയെഴുത്താകും എന്ന് എല്ലാവരും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങൾ നല്ലപോലെ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അങ്ങ് MLA ആയിരുന്നപ്പോൾ തുടങ്ങി വെച്ച പല പദ്ധതികളും പിന്നീട് കെ രാധാകൃഷ്ണൻ സാർ വന്നപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ സാർ തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികൾ ഇനി അങ്ങായിരിക്കുമല്ലേ പൂർത്തീകരിക്കുക? അതെ, എന്നിലുള്ള ഉത്തരവാദിത്വം അത് തന്നെയാണ്. രാധേട്ടൻ തുടങ്ങിയ കുറെ പദ്ധതികളുണ്ട്, അത് മുഴുമിക്കുക എന്ന് തന്നെയാണ് എന്നിലുള്ള ഉത്തരവാദിത്വം. അത് സമയബന്ധിതമായി അത് തീർക്കാനുള്ള എല്ലാ ഇടപെടലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. 96 മുമ്പേ ഈ നാടിനെ അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം. ഇപ്പൊ ഈ കാണുന്ന കണ്ടോ, വലിയ പരാതി ഉണ്ടായിരുന്നു ഗ്രാമീണ റോഡുകളെ പറ്റിയിട്ട്. മാത്രമല്ല, നിങ്ങൾ പാലക്കാട് പോയിരുന്നെങ്കിൽ പാലക്കാട് ഇതിനേക്കാൾ ദുരന്തമായിരുന്നു പല സ്ഥലത്തും. അത് കേരളത്തിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും നമ്മൾ ജൽജീവൻ മിഷന്റെ പദ്ധതി നടപ്പിലാക്കുകയാണ്. ആ ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് എല്ലാ റോഡുകളും പൊളിച്ചിട്ടുണ്ട്. ആ റോഡ് പുനർനിർമ്മിക്കാൻ വേണ്ട ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പം മിനിഞ്ഞാന്ന് MP-മാരുടെ കോൺഫറൻസ് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയിരുന്നു. അതിൽ പറഞ്ഞു 17,400 കോടി രൂപയുടെ ഷോർട്ടേജാണുള്ളത്.
ആ 17,400 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് നൽകണം എന്ന് MP-മാരോട് പാർലമെൻറ്റിൽ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഗ്രാമീണ റോഡുകളിലെല്ലാം പണി പൂർത്തീകരിക്കാൻ കഴിയും. തീർച്ചയായിട്ടും അങ്ങനെ വലിയ ആഘോഷത്തിലാണ് LDF-ഉം LDF പ്രവർത്തകരും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയും നിയുക്ത MLA-യുമായ UR പ്രദീപും ഒപ്പം MP ആയ K രാധാകൃഷ്ണനും. ക്യാമറാമാൻ ഷിബിൻ ബഷീറിനും സൂര്യൻ സജിക്കുമൊപ്പം പ്രവിത ലക്ഷ്മി, ചേലക്കര. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ BJP-യിൽ അമർഷം പുകയുകയാണ്. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പന്തളത്തെ BJP പ്രവർത്തകർ രംഗത്ത് വന്നു. പാലക്കാട് കഴിഞ്ഞു, ഇനി പന്തളം എന്നാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ ഭർത്താവ് അജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. AV ജയശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ കൃഷ്ണകുമാറിന് സംഘടനാ ചുമതലയുള്ള നഗരസഭയാണ് പന്തളം. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വിമർശനം ഉയരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉള്ളടക്കം? ഇത് വലിയ ചർച്ചയായി മാറുന്നുണ്ടോ പാർട്ടിക്കകത്ത്? അതായത് പാലക്കാട് കൃഷ്ണകുമാർ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് പ്രാദേശിക തലത്തിൽ കൃഷ്ണകുമാറിനെതിരെ വലിയൊരു വികാരം ഉണർന്നു വരുന്നത്. അതായത് കൃഷ്ണകുമാറിന് ചുമതലയുള്ള ഇവിടെ പന്തളം നഗരസഭയിൽ നിന്ന് തന്നെ വരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ നഗരസഭയിലെ ഈ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഭർത്താവ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നത്. അതായത് പാലക്കാടിന് പിന്നാലെ പന്തളവും എന്നാണ് ഈ ഒരു പോസ്റ്റ് പറയുന്നത്. ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് സന്തോഷാണ്. സന്തോഷം എന്ന് പറയുന്നത് ഈ പന്തളം നഗരസഭാ ചെയർപേഴ്സൺ ഷീലയുടെ ഭർത്താവാണ് ഈ ഒരു സന്തോഷ് വളരെ രൂക്ഷ വിമർശനമാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർത്തുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ വരവോടുകൂടി പന്തളം നഗരസഭയും നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അതായത് എരണം കെട്ടവൻ എന്നാണ് ഇതിൽ കൃഷ്ണകുമാറിനെ ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ പ്രാദേശിക തലമായിട്ടുള്ള വലിയൊരു പ്രതിഷേധമാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഏകദേശം വൈകിട്ടോടുകൂടിയാണ് ഈ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇവിടെ അവിശ്വാസ പ്രമേയത്തിന് നഗരസഭയിൽ CPIM LDF ഒരു പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത്. ഇതിൻ്റെ നോട്ടീസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തിങ്കളാഴ്ചയോടുകൂടി ആരംഭിക്കും. BJP-യുടെ തന്നെ ഒരു മുൻ കൗൺസിലറുടെ പിന്തുണയും എന്തായാലും LDF-ന്റെ നോട്ടീസിനുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പന്തളം നഗരസഭ കൈവിട്ടു പോകാൻ, ഇല്ലെങ്കിൽ പന്തളം നഗരസഭയിലെ BJP-യുടെ ആധിപത്യം നശിക്കാൻ കൃഷ്ണകുമാർ കാരണമായിരുന്ന തരത്തിൽ നഗരസഭയിലെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ ഭർത്താവും ഒപ്പം തന്നെ നഗരസഭാ ചെയർപേഴ്സൻ്റെ ഭർത്താവും പരസ്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വരുന്നത്. എന്തായാലും പാർട്ടി കാര്യം പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരിട്ട് കൃഷ്ണകുമാറിനെ വിമർശിക്കുന്നു, ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തോടുള്ള വിമർശനം കൂടിയാണ്. എന്തായാലും BJP ഇക്കാര്യം പരിശോധിക്കുമെന്ന് സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട ചില അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ശരി, AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ C കൃഷ്ണകുമാറിനെതിരെ പല കോണുകളിൽ നിന്നായി വിമർശനം ഉയരുന്നുണ്ട്. തോൽവിയുടെ കാരണമെന്ത് എന്നുള്ള കാര്യം വളരെ വിശദമായി പരിശോധിക്കും എന്നാണ് നേതൃത്വത്തിൻ്റെ മറുപടി. തെരഞ്ഞെടുപ്പിലെ കന്നിയംഗത്തിൽ 4,10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ജയം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടെയാണ് പ്രിയങ്ക വയനാടൻ ജനതയുടെ ഹൃദയം കീഴടക്കിയത്. മണ്ഡലത്തിൽ LDF-ന്റെയും BJP-യുടെയും വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു. UDF കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ല. പോളിംഗിന് ശേഷം പറഞ്ഞ 4 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി പ്രിയങ്ക ഗാന്ധിയുടെ വിജയം. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആധികാരിക മുന്നേറ്റം. പോളിംഗ് കുറഞ്ഞെങ്കിലും വിജയ കുതിപ്പിലേറി പ്രിയങ്ക ഗാന്ധി. മാസങ്ങൾക്ക് മാത്രം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേടിയ ഭൂരിപക്ഷം 3,64,000. കന്നിയംഗത്തിൽ പ്രിയങ്ക 4,10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത്. ആകെ നേടിയ വോട്ടുകൾ 6,22,000-ആണ്. I want to thank the people of Wayanad from my heart for giving me the honor to represent them, for giving me so much love. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മൊത്തം വോട്ടുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. LDF-ലെ സത്യൻ മൊകേരിക്കും BJP-യിലെ നവ്യ ഹരിദാസിനും ലഭിച്ചത് യഥാക്രമം 2,11,000, 1,09,000 വോട്ടുകൾ. വോട്ട് കുറഞ്ഞതിൽ പരിശോധനയുണ്ടാകുമെന്നും പോളിംഗ് ശതമാനത്തിലെ ഇടിവ് എല്ലാ സ്ഥാനാർത്ഥികളെയും ബാധിച്ച പോലെ LDF-നെയും ബാധിച്ചിട്ടുണ്ടെന്നുമാണ് CPI നേതൃത്വം വ്യക്തമാക്കുന്നത്. അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. പൊതുവേ വയനാടൻ ജനത നിസ്സംഗരായിരുന്നു, വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വോട്ട് കുറഞ്ഞതെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ കണക്കാക്കുകയാണ്. പുതുമുഖം എന്ന നിലയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നാണ് BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ നേടിയതിനേക്കാൾ 1% വോട്ടിന്റെ കുറവ് മാത്രമാണ് ഉണ്ടായതെന്നും സ്ഥാനാർത്ഥി. 1% വോട്ടിന്റെ കുറവാണ് നമുക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷനാണ് മത്സരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് 13% വോട്ട് കൈവരിക്കാൻ സാധിച്ചിരുന്നു. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി.
വർദ്ധിത ഭൂരിപക്ഷത്തോടെയാണ് പ്രിയങ്ക ഗാന്ധി ഡൽഹിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ UDF പ്രവർത്തകരുടെ ആവേശം ഉയരുകയാണ്. സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ റെക്കോർഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗത്തിലെ വിജയമെന്നത് വലിയ ആവേശം നൽകുകയാണ് വയനാട്ടിലെ UDF പ്രവർത്തകർക്ക്. കൽപ്പറ്റയിൽ നിന്നും ടീം 24. വയനാട്ടിൽ CPI സ്ഥാനാർത്ഥിയോട് CPIM നീതി കാണിച്ചില്ല എന്ന് ടി സിദ്ദീഖ് MLA 24നോട്. CPIM വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടി. വീട് കയറി വോട്ട് ചോദിക്കാൻ പോലും CPIM തയ്യാറായില്ല എന്നും ടി സിദ്ദീഖ് MLA പറഞ്ഞു. ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലാണ്, അധ്വാനത്തിൻ്റെ വിലയിരുത്തലാണ്. ആ അധ്വാനത്തിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് മാന്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും ഉണ്ട്. ആ പ്രവർത്തനം ഇടതുപക്ഷത്തിൻ്റെതും BJPയുടെയും നല്ല രീതിയിൽ ഇവിടെ നടന്നിട്ടില്ല. അത് രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ അവർ പ്രവർത്തനം മന്ദീഭവിപ്പിച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയ്ക്കാനുള്ളതായിരിക്കുന്ന സ്ട്രാറ്റജിയുടെ ഭാഗമാണോ, അതല്ല ഞങ്ങൾക്ക് ഇവിടെ മത്സരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതായിരിക്കുന്ന തലത്തിലാണോ, ഏത് തലത്തിലാണെങ്കിലും രണ്ട് രീതിയിലും അവർ ചെയ്തത് ശരിയല്ല. എൻ്റെ ഒരു നിഗമനം ഞാൻ പറയാം. CPIയുടെ സ്ഥാനാർത്ഥിയോട് CPM നീതി പുലർത്താത്ത ഒരു തെരഞ്ഞെടുപ്പാണ്, ദിവസങ്ങളിലെ ചർച്ച നീതി പുലർത്താത്ത ഒരു തെരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത്. നല്ല കൊള്ളാവുന്ന കാൻഡിഡേറ്റ് ആയിരുന്നു, പക്ഷെ അവർക്കൊരു മത്സരം പുട്ടപ്പ് ചെയ്യായിരുന്നു. പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള വോട്ട് വയനാട്ടിൽ ലഭിച്ചില്ല എന്ന് P. സന്തോഷ് കുമാർ MP. പോളിംഗ് ശതമാനത്തിലെ കുറവ് LDFനെയും ബാധിച്ചു. CPIക്ക് തനിച്ച് ഇത്രയും വോട്ട് സംഘടിപ്പിക്കാൻ സാധിക്കില്ല. ആത്മപരിശോധന നടത്തി മുന്നോട്ടു പോകുമെന്നും P. സന്തോഷ് കുമാർ MP പറഞ്ഞു. സത്യൻ മൊകേരി 3ാം സ്ഥാനത്ത് പോകുമെന്ന് പ്രവചിച്ചവരും ഉണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ കാണാതിരുന്നുകൂടാ. എന്തായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ വോട്ടിനകത്ത് അല്ലെങ്കിൽ പ്രകടനത്തിൽ വേണ്ടത്ര തൃപ്തരല്ല, പക്ഷേ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. LDFന് 2024 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 25 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേടണം, 26 നിയമസഭ നേടണം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ആകെയുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് എടുത്താൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് തകർന്നടിഞ്ഞ LDF പല സ്ഥലങ്ങളിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. പാലക്കാട് പോലും വോട്ട് കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ പരാജയം അംഗീകരിക്കുന്നുവെന്ന് CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബു 24നോട് പറഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം UDFന് ഗുണം ചെയ്തെന്നും EJ ബാബു പറഞ്ഞു. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് UDFിൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ്. ആ വിജയത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാനായിട്ട് നിഷ്പക്ഷമതികളായ ആളുകളൊക്കെ തയ്യാറായിട്ടുണ്ടാകാം. അത് ഒരു പരിധിവരെ UDFിൻ്റെ വിജയത്തിനെ സ്വാധീനിച്ചു എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. പൊതുവേ വയനാടൻ ജനത നിസ്സംഗരായിരുന്നു, വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വോട്ട് കുറഞ്ഞതെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ കണക്കാക്കുകയാണ്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. ദീപക്, വലിയ വിജയം, പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. UDF ക്യാമ്പിൻ്റെ ആഹ്ലാദം, ആഘോഷമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. അതിനുശേഷമുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ, അത് CPIയിൽ നിന്നായിക്കോട്ടെ, CPMൽ നിന്നായിക്കോട്ടെ, കോൺഗ്രസിൽ നിന്നായിക്കോട്ടെ, ആ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നൽകുന്ന ആ രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ സ്വഭാവം എന്താണ് ദീപക് ധർമ്മടം? റിജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിലെ വിജയം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിടുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, അടിസ്ഥാന വോട്ടിൽ കുറവ് സംഭവിക്കുന്നു വയനാട്ടിൽ ഇടതുമുന്നണിക്ക്. അത് സ്വാഭാവികമായി സംഭവിക്കാത്തതാണ്. മാത്രവുമല്ല, ഈ പോളിംഗ് ശതമാനം കുറയുമ്പോൾ അത് UDFനാണ് പ്രതികൂലമാവുക എന്നുള്ളതാണ് സാധാരണ രാഷ്ട്രീയ സമവാക്യം. അത് അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷണം. പക്ഷേ എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ ഇടതുമുന്നണിക്ക് വലിയ തോതിലുള്ള വോട്ട് കുറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. മാത്രവുമല്ല, അതിൽ കോൺഗ്രസ് ഇപ്പോൾ വളരെ കടന്നാക്രമണം നടത്തുന്നത് CPMന് നേരെയാണ്. CPIയോട് നീതി കാണിച്ചില്ല എന്നാണ് ടി സിദ്ദീഖ് MLA പറയുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ച കേന്ദ്രീകരിച്ചായിരിക്കും. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ഒരു പുതിയ താരോദയം പ്രിയങ്ക ഗാന്ധിയുടെ ഈ വയനാട്ടിലെ വലിയ തിളക്കമാർന്ന വിജയത്തോടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പ്രിയങ്ക ഗാന്ധി നേരത്തെ പല ഘട്ടങ്ങളിലും മത്സരങ്ങളോട് ബിഗ് നോ പറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പിന്തുടർച്ചാവകാശിയായി വയനാട്ടിൽ നിന്നും മത്സരിക്കാൻ തയ്യാറാകുന്നു. ആ മത്സരത്തിൽ കന്നി അംഗത്തിൽ തന്നെ സഹോദരനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ പോകുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ കാരണമാകുന്നു. പക്ഷേ അതേ സമയത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിക്ക് വോട്ടിൽ ചോർച്ചയുണ്ടായി എന്നുള്ള ചർച്ചയ്ക്കുള്ള തുടക്കമിടലാണ് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ വലിയ വിജയം ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെയാണ് വരും നാളുകളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും. റിജിത്ത്, ശരി, ദീപക് ധർമ്മടം വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്
സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം എന്നുള്ളതാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. ഇടത് സ്ഥാനാർത്ഥി P സരിനെ അനുഗ്രഹിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹം ആർക്കൊപ്പം എന്ന് വ്യക്തമായി എന്നും PMA സലാം പറയുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരും. വലിയ രാഷ്ട്രീയ വിവാദത്തിനൊക്കെ തുടക്കമിടാവുന്ന തരത്തിലുള്ളൊരു പ്രതികരണം PMA സലാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം രംഗത്ത് വരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. ഇടത് സ്ഥാനാർത്ഥി P സരിനെ അനുഗ്രഹിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹം ആർക്കൊപ്പം എന്ന് വ്യക്തമായി എന്നും PMA സലാം പറയുന്നു. ആദ്യം PMA സലാമിൻ്റെ വാക്കുകളിലേക്ക്. പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, നിലവിലുള്ള പ്രശ്നം നമുക്കറിയാം, അത് വഷളാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമായല്ലോ PMA സലാമിൻ്റെ ഭാഗത്ത്. രഞ്ജിത്ത്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്കിതിനെ കാണാനാവുക. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്നു വലിയ വിമർശനങ്ങൾ ഇരു വിഭാഗം തമ്മിൽ, സമസ്തയും അതുപോലെ തന്നെ ലീഗ് നേതാക്കളും തമ്മിൽ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ കൂടുതൽ ശക്തി പകരുന്ന വാക്കുകളാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അദ്ദേഹം നടത്തിയിട്ടുള്ള വാക്കുകൾ. കുവൈറ്റ് KMCC സംഘടിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്കിടയിലാണ് വയനാട്ടിലെ ഉഗ്രൻ വിജയം, അതോടൊപ്പം തന്നെ പാലക്കാടിലെ വലിയ വിജയം, അത് UDFന്റെ ആ വിജയാഘോഷത്തിന് തൊട്ടുപിറകെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ് ഇത്തരം ഭാഗങ്ങൾ ഉള്ളത്. അതാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്കും വഴിവെച്ചിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പേരെടുത്ത് പറയുന്നില്ല എന്നതിനാൽ കൂടി അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ജിഫ്രി തങ്ങളെയും അതുപോലെ സുപ്രഭാതം പത്രത്തിനെതിരെയുമുള്ള വിമർശനങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാദിഖ് അലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു. ഇടത് സ്ഥാനാർത്ഥി P സരിനെ അനുഗ്രഹിച്ചത് ജിഫ്രി തങ്ങളാണ്. ജിഫ്രി തങ്ങൾ അനുഗ്രഹിച്ച സരിൻ തോറ്റ് 3ാം സ്ഥാനത്തായി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെയാണ് ആരുടെ കൂടിയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഏത് പത്രം പറയുന്നതാണ് കേരളീയ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു എന്നും കൂടി PMA സലാം പറയുന്നു. അതായത് ജിഫ്രി തങ്ങൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരായിട്ടുള്ള വിമർശനമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥയുടെ വിവിധ ഇടങ്ങളിൽ, സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ച ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിന് മറുപടിയായിക്കൊണ്ട് അവർ പറയുന്നത്, ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിദാസ് പക്ഷേ തോറ്റുപോയില്ലേ, ഇവരെ അനുഗ്രഹിച്ചതും ജിഫ്രി തങ്ങളായിരുന്നോ എന്നുള്ള മറുചോദ്യവുമായിക്കൊണ്ട് ഇപ്പോൾ സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയും അതുപോലെ തന്നെ യുവജന സംഘടനയും ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട്. റീജിത്ത്, സമീർ, സമസ്തയിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? സമീർ, വിഷയത്തിൽ ഇതുവരെയും സംസ്ഥാന നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ വിഷയം ഇപ്പോൾ പുറത്തു വരുന്നത് 24ലൂടെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഈ വിവാദ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രതികരണം വരും എന്നതിൽ സംശയമില്ല. നിലവിൽ ഇപ്പോൾ SYSന്റെയും അതുപോലെ SKSSFന്റെയും ഭാഗത്തു നിന്നാണ് നവമാധ്യമങ്ങൾ വഴി ഈ വിഷയത്തെ PMA സലാമിന്റെ അപകീർത്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അപക്വമായിട്ടുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ജിഫ്രി തങ്ങളെ ഈ വിധത്തിൽ പരാമർശിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവിധ തലങ്ങളിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സമീർ, ഇതൊരു അനാവശ്യ പരാമർശമായിപ്പോയി, ഒരു അനാവശ്യ വിവാദത്തിന് തിരികൊളുത്തുന്നതായിപ്പോയി എന്ന വിലയിരുത്തലിലേക്ക് സ്വാഭാവികമായും ലീഗ് നേതൃത്വത്തിനും പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടല്ലോ സമീർ. തീർച്ചയായും ഈ വിഷയം വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും വലിയ ഒരു വിജയത്തിന്റെ ആഘോഷത്തിൽ നിൽക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റിനെ, അതായത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യമില്ല. സംസ്ഥാന പണ്ട് മുതലേ മുസ്ലിം ലീഗിനൊപ്പമാണെങ്കിലും ഈ സമീപ നാളുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും പക്ഷേ എന്നിരുന്നാൽ കൂടി ലീഗിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ജിഫ്രി തങ്ങൾ പൊതുവെ ഒരു സമാധാനപരമായിട്ട് മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ്. ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിനോ പ്രത്യേകമായിട്ടുള്ള പിന്തുണ അറിയിച്ചിട്ടുമില്ല. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ജിഫ്രി തങ്ങളെ കൗട്ട് ചെയ്യുന്ന വിധത്തിൽ ഈ വിധം പരാമർശം അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നതിൽ സംശയമില്ല. ലീഗിനകത്ത് പോലും ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വിഷയം ഉയരുന്ന ഒരു വേളയിൽ ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി, അതായത് ഒരു ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള സംസ്ഥയുടെ പല നേതാക്കളുടെയും ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനമായും അതിൽ KNMന്റെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ ഒരു പിന്തുണയോട് കൂടെയാണ് PMA സലാം
ജിഫ്രി തങ്ങൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ള വലിയ ഒരു ആക്ഷേപം ഇതിനു മുമ്പ് തന്നെ ഉയർന്നതാണ്. അതിന്റെ ഒരു തുടർച്ചയായിക്കൊണ്ട് കൂടിയാണ് ഇതിനിപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ജമാഅത്ത് ഇസ്ലാമി അതുപോലെ മുജാഹിദ് വഹാബി വിഭാഗങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ PM ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു വിമർശനം ഒരു ശക്തമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു പിറകെ ഈ ഒരു ഉത്തരത്തിലുള്ള ഒരു പരാമർശം വരുന്നു. അത് സ്വാഭാവികമായും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് ജിഫ്രി തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സംഭവം. അതുപോലെ തന്നെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വേളയിലാണ് സുപ്രഭാതം പത്രത്തിൽ സരിന്റെ ഒരു പരസ്യം വരികയും അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടെ ഒരു പശ്ചാത്തലവും ഈ ഇതിനകത്ത് PM സലാം പറയുന്നുണ്ട്. ഏത് പത്രം പറയുന്നതാണ് കേരളീയ മുസ്ലിം സമൂഹം അംഗീകരിക്കുക എന്ന് ബോധ്യപ്പെട്ടു എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇതിന്റെ ഒരു പരാമർശം കൂടിയാണ്. ഏതായാലും ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും തുടർ പ്രതികരണങ്ങൾക്കും വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് PM സലാമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാമിന്റെ പ്രതികരണം. സമസ്തയിൽ നിന്ന് ഈ തരത്തിലുള്ള പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരിക എന്നുള്ളത് ശ്രദ്ധേയവുമാണ്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം എന്നാണ് പോലീസ് പറയുന്നത്. സഹപാഠികളുടെ വിശദമായ മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. AV ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, പോലീസ് നീക്കം എങ്ങനെ ജയശങ്കർ? അതായത് റിജിത്ത്, അമ്മു ശശിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് 3 പ്രതികളെയും ഈ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പോലീസ് ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ കോടതിക്ക് മുന്നിൽ വെച്ചു. തിങ്കളാഴ്ച ഈ അപേക്ഷ കോടതി പരിഗണിക്കും. പോലീസ് എന്തായാലും ഈ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നൊരു നിലപാടിലാണുള്ളത്. എന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജും ഹോസ്റ്റൽ അധികൃതർ കാര്യമായ തെറ്റുകൾ പറ്റിയിട്ടില്ല. ഇതുവരെ അതുമായി ബന്ധപ്പെട്ടൊരു തെളിവും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ അമ്മുവിൻ്റെ ക്ലാസ്സിലെ കൂടുതൽ കുട്ടികളുടെ മൊഴി പോലീസ് ശേഖരിക്കും. കാരണം കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലാണ് പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ പട്ടികജാതി പീഡന നിരോധന നിയമം ഈ കേസിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത് എല്ലാ സാധ്യതകളും പരിശോധിച്ചതിന് ശേഷം തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇത് ഉൾപ്പെടുത്തുമെന്നാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് നിലവിൽ കാത്തിരിക്കുന്നത് ഈ ഫോറൻസിക് പരിശോധന റിപ്പോർട്ട്, അതായത് ഫോൺ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാനുണ്ട്. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാനുണ്ട്. ഇതിനുശേഷം ഇതുകൂടി പരിഗണിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. അമ്മു സജീവിന്റെ മരണത്തിൽ 3 സഹപാഠികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശബരിമലയിൽ ഇന്ന് രാത്രി 9 മണിവരെ 70,000 തീർത്ഥാടകരെത്തി. സീസണിൽ കൂടുതൽ ഭക്തരെത്തിയത് ഇന്നലെയാണ്. 86,000 തീർത്ഥാടകർ ഇന്നലെ മലചവിട്ടിയിട്ടുണ്ട്. തുടർച്ചയായി 2ാം ദിവസം സ്പോട്ട് ബുക്കിംഗ് 10,000 കടന്നു. MG പ്രതീഷ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, എന്താണ് സന്നിധാനത്ത് നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? തിരക്കെങ്ങനെയുണ്ട് ഇന്നത്തെ ദിനം പൊതുവായി നോക്കും? റിജിത്ത്, കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി ഇന്നും ശബരിമലയിൽ തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 9 മണിവരെ ശബരിമലയിൽ 70,000 തീർത്ഥാടകർ ദർശനം നടത്തിയെന്നതാണ് ഈ പോലീസിന്റെ തന്നെ ഓൺലൈൻ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല, തുടർച്ചയായി 2ാം ദിവസവും സ്പോട്ട് ബുക്കിംഗ് 10,000 കടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിലവിൽ 70,000 തീർത്ഥാടകർ ഇതിനോടകം ദർശനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തീർത്ഥാടകർക്ക് ദർശന സമയമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം 86,000 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇന്നും 80,000-ഓളം തീർത്ഥാടകർ ഈ ഒരു ദിവസം ദർശനം നടത്തുമെന്നതാണ് ഈ തിരക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വലിയ തിരക്ക് ശബരിമലയിൽ ഉണ്ടെങ്കിൽ കൂടിയും കൃത്യമായ ക്രമീകരണങ്ങളോടുകൂടി തന്നെ മണിക്കൂറുകൾ ക്യൂ നിൽക്കാതെ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കാൻ പോലീസിനും ദേവസ്വം ബോർഡിനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ഭാഗത്തുനിന്ന് വലിയ പരാതികളൊന്നും തന്നെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഉണ്ടാകുന്നില്ല. ഇന്നലെയായിരുന്നു ഈ സീസൺ തുടങ്ങി ഏറ്റവും കൂടുതൽ തിരക്ക് ഉണ്ടായ ദിവസം. സമാനമായ രീതിയിൽ ഇന്നും തിരക്കുണ്ട്. നാളെ അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ നാളെയും വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. കൂടുതൽ തീർത്ഥാടകർ, മലയാളി തീർത്ഥാടകരും ഒപ്പം ഇതര സംസ്ഥാനത്തു നിന്നുള്ള കൂടുതൽ തീർത്ഥാടകരും ശബരിമലയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ ഒരു തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ശബരിമലയിലുള്ളത്. പക്ഷേ തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചാലും കൃത്യമായ ക്രമീകരണം
ക്രമീകരണത്തോടു കൂടി തന്നെ ഈ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ദർശന രീതിയാണ്, അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ നിലവിൽ പോലീസും ദേവസ്വം ബോർഡും ഒരുക്കിയിരിക്കുന്ന കാര്യം. ഒപ്പം ഈ സ്പോട്ട് ബുക്കിംഗ് 10,000 കടന്നാലും എത്തുന്ന ഓരോ തീർത്ഥാടകർക്കും ദർശനം നടത്താനുള്ള ഒരു സൗകര്യം നിലവിൽ ശബരിമലയിലും വിവിധ ഇടത്താവളങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 3 ഇടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എരുമേലിയിലും പമ്പയിലുമാണ് 2 ഇടങ്ങൾ. മറ്റൊന്ന് ഈ സത്രം വഴി വരുന്ന തീർത്ഥാടകർക്ക് വണ്ടിപ്പെരിയാറിലും സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി ഒരു 10ാം ദിനങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് പറയാൻ കഴിയുന്ന കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീജിത്ത്. ശരി, സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ ക്രമീകരണങ്ങൾ കൃത്യമായി നടക്കുന്നു. യാതൊരു പരാതിയുമില്ലാതെ, വലിയ രീതിയിലുള്ള പരാതികളൊന്നുമില്ലാതെ തന്നെ എല്ലാ ഭക്തർക്കും സുഗമമായി ദർശനം ഒരുക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് സന്നിധാനത്ത് നിന്ന്. കോഴിക്കോട് കൂടരഞ്ഞി കൂമ്പാറയിൽ മിനി പിക്കപ്പ് ലോറി കുഴിയിലേക്ക് വീണ് ഒരാൾ മരിച്ചു എന്നുള്ള വിവരം നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഒരിക്കൽ കൂടി നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോൺക്രീറ്റ് ജോലി കഴിഞ്ഞ് മടങ്ങുന്ന തൊഴിലാളികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. സ്ഥലത്ത് തിരുവമ്പാടി MLAയും തിരുവമ്പാടി CIയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തിരുവമ്പാടി CIയുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് ലിൻഡോ ജോസഫ് MLA പറയുന്നു. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. മിഥില ആശുപത്രിയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. മിഥില, 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് നേരത്തെ പങ്കുവച്ചത്. അതിലൊരാൾക്ക് ജീവൻ നഷ്ടമായി, ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നുവെന്ന് അറിയിച്ചിരുന്നു. എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ മിഥില? റിജിത്ത്, ഇന്ന് 7 മണിക്കാണ് ഈ ഒരു അപകടമുണ്ടായത്. മേലെ കൂമ്പാറയിലാണ്. അതിഥി തൊഴിലാളികളായിരുന്നു കൂടുതലായും ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്നത്. വലിയ താഴ്ചയിലേക്കാണ് ഈ ഒരു വാഹനം മറിച്ചത്. ഇപ്പോൾ എനിക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിലൊക്കെ പങ്കാളിയായിട്ടുള്ള തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടായത്? അത് വാഹനം സ്വാഭാവികമായിട്ടും നിയന്ത്രണം വിട്ടതോ ബ്രേക്ക് നഷ്ടപ്പെട്ടതോ ആവാനുള്ള സാധ്യതയാണുള്ളത്. അല്ലാതൊരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത നമ്മളിവിടെ കാണുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു കുറച്ച് മേജറായിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. ഏതായാലും പക്ഷേ കാഷ്വാലിറ്റി പൊതുവിൽ കുറവാണ് എന്നുള്ളത് നമ്മുടെ വിശ്വാസകരമായിട്ടുണ്ട്. ഒരു മരണമുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ കണ്ടീഷൻ ബെറ്ററാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടുത്തെ ഈ ആക്സിഡൻറ്റ് ആ ഏരിയയും മറ്റും കാണുമ്പോൾ ഒരു വലിയ ദുരന്തമായി മാറേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്തോ നമുക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാത്ത വലിയ താഴ്ചയിലേക്കാണല്ലോ ഇപ്പോൾ ടെറസ് എല്ലാം കഴിഞ്ഞിട്ട് പോയി. അതെ, ഒരു വീടിന് മുകളിലൂടെ അപ്പുറത്തേക്ക് പോകുന്ന രൂപത്തിലാണ്. ഏകദേശം ഈ റോഡും ഈ വാഹനം കടന്ന സ്ഥലവും തമ്മിലൊരു 100 അടിയെങ്കിലും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത്രയും താഴേലേക്ക് ഒരു വീടിന് മുകളിലൂടെ ജമ്പ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്ന നിലയിലാണ് ഉണ്ടായത്. അവിടെ എന്തോ ചെറിയ രീതിയിൽ എന്തോ ഒരു വാക്ക് തർക്കമൊക്കെ CI ആയിട്ടുണ്ടായി. എന്താണ് സംഭവം? അത് ഒരു അപകട സ്ഥലത്ത് പോലീസ് പൊതുവിൽ കാണിക്കേണ്ടുന്ന ഒരു ജാഗ്രതയുണ്ട്. പക്ഷേ CIയുടെ ഭാഗത്തുനിന്ന് ആ രൂപത്തിലുള്ള ഉയർന്ന നിലയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ചെറിയ വാക്കുതർക്കം മാത്രമാണ്. അത് പിന്നീട് പരിഹരിക്കുകയും രമ്യതയിൽ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. DYSPയുടെ അടുത്ത് SP ഒക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് SP-യോടും അതുപോലെ തന്നെ DYSPയോടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരെ പ്രസ്തുത വിവരം അപ്പോൾ തന്നെ ഞാൻ അറിയിച്ചിരുന്നു. സംഭവ സ്ഥലത്ത് ഏറ്റവും ആദ്യം അപകടത്തിന് ഭാഗമായിട്ടുള്ള ആളുകളെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ജനങ്ങളാണ്. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളായിരിക്കും. സ്വാഭാവികമായിട്ടും ആ രക്ഷാപ്രവർത്തനം നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് പോലീസ് വരുമ്പോൾ അവരോട് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടുന്നത് അവരെ കൂടി വിശ്വാസത്തിലെടുത്തായിരിക്കണം. പക്ഷേ ആ രൂപത്തിലല്ലാത്ത രൂപത്തിൽ വന്ന ഘട്ടത്തിലുണ്ടായ ഒരു ചെറിയ ഇൻസിഡൻറ്റ് മാത്രമാണ് അവിടെ ഉണ്ടായത്. തീർച്ചയായും ഇതാണ് MLA ഭാഗത്തുനിന്നുള്ളത്. ഒരു പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് ഉണ്ടായത്. അത് SP-യോടും DYSP ഉൾപ്പെടെയുള്ള ആളുകളോട് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്തുതന്നെ നിലവിൽ KMCT ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകളുടെ നില ഗുരുതരമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ MLA അറിയിച്ചത്. ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് മരിച്ചിട്ടുള്ളത്. 7 മണിക്കാണ് ഈ ഒരു അപകടമുണ്ടായത്. വലിയ രീതിയിൽ താഴ്ചയിലേക്ക് ഈ വാഹനം അറിയിക്കാൻ ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ആ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമായിട്ടുള്ള നാട്ടുകാരാണ്. രജിത്ത്. ശരി, മിഥില ബാലൻ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മുനമ്പംകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാരിൻ്റെ നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രേഖകളുള്ള ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഉന്നതതല യോഗത്തിന് ശേഷം ആശങ്ക അകന്നുവെന്ന് സമരസമിതി വ്യക്തമാക്കുന്നു. സമരം അവസാനിപ്പിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം സമരസമിതി തള്ളി. ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധമുയർന്നതോടെയാണ്
സമരസമിതിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയത്. ഭൂപ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണാനാണ് കമ്മീഷനെ നിയോഗിച്ചതെന്ന് മുഖ്യമന്ത്രി സമരസമിതിയെ ബോധ്യപ്പെടുത്തി. പ്രദേശവാസികളുടെ നിയമ നടപടിയിൽ അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരാകുമെന്ന സർക്കാർ നിർദ്ദേശത്തെ സമരസമിതി സ്വാഗതം ചെയ്തു. മുനമ്പത്തെ പ്രശ്നങ്ങൾ 3 മാസത്തിനകം പരിഹരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ സമരസമിതിക്ക് പ്രതീക്ഷയുണ്ട്. എന്നാൽ വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് തങ്ങളുടെ ഭൂമി ഒഴിവാക്കും വരെ സമരം തുടരും. വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുകയും അതനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈയുമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടികളുമായി സമരസമിതി സഹകരിക്കും. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ 2 ദിവസത്തിനകം മുനമ്പം സന്ദർശിക്കും. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള മുനമ്പം പ്രദേശവാസികളുടെ സമരം ഇന്നേക്ക് 42 ദിവസം പിന്നിട്ടു. 24 കൊച്ചി. മുനമ്പം ഭൂമി വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ വെല്ലുവിളികളുണ്ടെന്ന് റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ 24നോട്. പ്രതിഷേധക്കാർ കമ്മീഷനോട് സഹകരിക്കണമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ആവശ്യപ്പെട്ടു. മുനമ്പം വഖഫ് ഭൂമി തർക്കം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മനസ്സിനെയെല്ലാം ബാധിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുതിയൊരു തീരുമാനം വന്നിരിക്കുകയാണ്. അത് ഈ വിഷയത്തിൽ പഠനം നടത്തിയ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ്. ആ ജുഡീഷ്യൽ കമ്മീഷന് നേതൃത്വം കൊടുക്കുന്ന രാമചന്ദ്രൻ നായർ റിട്ടയർഡ് ജസ്റ്റിസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. സർ നമസ്കാരം. നമസ്കാരം. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സാറിന്റെ വിലയിരുത്തലുകൾ എന്താണ്? പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകൾ എന്താണ്? ടേംസ് ഓഫ് റെഫറൻസ് എന്താണെന്ന് നോക്കി അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ആ ഇഷ്യൂസ് എല്ലാം ഗവൺമെൻറ് റെഫർ ചെയ്തേക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അതെല്ലാം റെഫർ ചെയ്ത് അതിനെ നിയമവശങ്ങൾ നോക്കി തൽപര കക്ഷികളെ കേട്ട് കമ്മീഷൻ ഫൈൻഡിങ്സ് എൻ്റർ ചെയ്ത് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. 3 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കാനാണ് കമ്മീഷനോട് പറഞ്ഞേക്കണേ. വളരെ കുറച്ച് അപ്രായോഗികമായിരിക്കും. കാര്യം വെച്ചാൽ 100 കണക്കിന് ആൾക്കാരുടെ ഇഷ്യൂസാണ്. അപ്പോൾ അതിൻ്റെ രേഖകളൊക്കെ പരിശോധിക്കണം എന്നൊക്കെ ഗവൺമെൻറ് പറഞ്ഞതായിട്ട് ഞാൻ റിപ്പോർട്ടിൽ കണ്ടു. രേഖകളൊക്കെ പരിശോധിക്കണമെങ്കിൽ അതൊരിക്കലും ഒരു 3 മാസം തീർക്കാവുന്ന കാര്യമല്ല. അപ്പോൾ സഹകരണം ഇവരുടെ എല്ലാ ഈ മുനമ്പത്തെ ഇതിലെ ഈ പ്രശ്നം ബാധിച്ചിട്ടുള്ള എല്ലാവരുടെയും അവിടുത്തെ ക്ലെയിമൻസിൻ്റെ അവിടുത്തെ വസ്തുവിൻ്റെ ഉടമസ്ഥന്മാരുടെ അല്ലെ ഉടമസ്ഥാവകാശം ക്ലെയിം ചെയ്യുന്നവരുടെ എല്ലാവരുടെയും സഹകരണം വേണം. അവരെ കേൾക്കണം, അവരുടെ രേഖകൾ പരിശോധിക്കണം. അപ്പം അവരുടെ സഹകരണം ഈ കമ്മീഷൻ്റെ വിജയത്തിന് വളരെ ആവശ്യമാണ്. ഇപ്പോൾ മുനമ്പം പ്രശ്നം അത് ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേ അധികമായി. അപ്പോൾ ഈ കമ്മീഷൻ ഇത്രയും ചെറിയൊരു കാലയളവ് എന്ന് പറഞ്ഞ വെല്ലുവിളിയുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ വൈകാരികമായിട്ടുള്ളൊരു സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കുവാൻ വേണ്ടി സർക്കാരിന് മുൻപിൽ കമ്മീഷൻ്റെ പഠനം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, കമ്മീഷനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുക, അവരുടെ ടൈറ്റിൽ ഉറപ്പുവരുത്തുക, അവരുടെ അവകാശം അവർ ക്ലെയിം ചെയ്യുന്ന അവകാശം ശരിയാണെങ്കിൽ അത് അപ്രൂവ് ചെയ്യുക. പൊതുജനങ്ങളുടെ പ്രശ്നം, ഗ്രീവൻസ് ഉള്ളവരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മുഖ്യ ചുമതല. അപ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. സമാധാനപരമായിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ ആർക്കും സഫറിങ് ഉണ്ടാകാതെ തീർക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. ദീർഘകാലത്തെ നിയമരംഗത്തുള്ള അനുഭവ സമ്പത്തോടു കൂടിയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ ഈ ഒരു കമ്മീഷന്റെ നേതൃത്വം വഹിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. അപ്പോൾ തന്നെയും ഈ ഒരു കമ്മീഷന്റെ ഭാഗമായിട്ട് നിരവധിയായ വെല്ലുവിളികളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. ആ വെല്ലുവിളികളെല്ലാം വിജയകരമായി പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വയനാട് നൂൽപ്പുഴ ബത്തേരി റോഡിൽ വീണ്ടും കാട്ടാന. വനമേഖലയിലൂടെ കടന്നുപോകുന്ന പാതയിലാണ് കാട്ടാന വീണ്ടും എത്തിയത്. യാത്രക്കാർ ആനയുടെ മുന്നിൽപ്പെട്ടെങ്കിലും പെട്ടെന്ന് വാഹനം പിറകോട്ടെടുത്തതിനാൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പ്രേക്ഷകർക്ക് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. രാത്രി 8:30യോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. പ്രൈം ടൈമിലേക്ക് വീണ്ടും. തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ അടിയൊഴുക്കുകൾ സംഭവിച്ചാലും ഫലം കാണാൻ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്നത് 24 തന്നെ. ലോകത്തെവിടെ നിന്നായാലും തിരഞ്ഞെടുപ്പ് ഫലം കാണാൻ മലയാളികൾക്ക് ഒരേ ഒരു ചോയ്സ് 24 ആണെന്ന് ഇത്തവണയും തെളിയിക്കപ്പെട്ടു. പ്രേക്ഷക പ്രീതിയിൽ ഭൂഖണ്ഡാന്തര പ്രഭാവമുള്ള ചാനൽ ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇതാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്നാണ് വിധി ദിനം. വിധി ദിനം എന്ന് പറഞ്ഞാൽ ഒരു 1.5 വിധി ദിനമാണ്. കിറുകൃത്യമായി ലക്ഷ്യത്തിൽ പതിക്കുന്ന ഭൂഖണ്ഡാന്തര മിസൈൽ പോലെ മലയാളികൾ ഉള്ളിടത്തെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആവേശവുമായി 24 എത്തി. സാധാരണക്കാർ മാത്രമല്ല, രാഷ്ട്രീയക്കാരും തെരഞ്ഞെടുപ്പ് ഫലം കാണാൻ തെരഞ്ഞെടുത്തത്
ദാ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോളൂ. പാണക്കാട് സാദിഖലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, വി.ഡി. സതീശൻ, ദോഹയിൽ പര്യടനം നടത്തുന്ന മുൻ എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായ കെ.എസ്. ശബരിനാഥൻ തുടങ്ങി രാഷ്ട്രീയ നേതാക്കൾ ആകെ തെരഞ്ഞെടുത്തത് 24 തന്നെ. ദോഹയിലെ ഇൻകാസ് ഭാരവാഹികളായ മണികണ്ഠൻ, ഷാനവാസ്, ജോപ്പച്ചൻ, ഹൈദർ, താജു, റഹ്മാൻ, പ്രദീപ് പിള്ള, സിദ്ദിഖ് എന്നിവരും ശബരിനാഥനൊപ്പമുണ്ടായിരുന്നു. എല്ലാ പ്രധാന സ്ഥാനാർത്ഥികളും സ്വന്തം വിധി അറിഞ്ഞത് 24ലൂടെ തന്നെ. സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രേക്ഷകരുമായി ആർ ശ്രീകണ്ഠൻ നായരും അവതാരകരും തത്സമയം സംവദിച്ചു. ജിദ്ദയിലെ ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലും ബിഗ് സ്ക്രീനുകൾ ഒരുക്കിയ പ്രവാസി മലയാളികൾ തിരഞ്ഞെടുപ്പ് ആവേശം കേരളത്തിലിരുന്ന് കാണുന്ന പ്രതീതിയിലായിരുന്നു. പ്രായമായവർ മാത്രമല്ല, വോട്ടെണ്ണൽ ദിനം കുരുന്നുകളുടെ വോട്ടും 24 തന്നെ. ഫലം സാഗൂതം ശ്രദ്ധിക്കുന്ന ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിലെ സുദീപ് അമൃത ദമ്പതികളുടെ മകൾ ഇതളിനെ കണ്ടോ? യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും 24ന് പ്രേക്ഷക പിന്തുണ കരുത്തേകി. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങളുടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് 24 അങ്ങനെ മുന്നേറുകയാണ് ജനഹൃദയങ്ങളിലേക്ക്. 2,10,000 ആളുകളിലധികം ഇപ്പോ യൂട്യൂബിൽ നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിൽ മാത്രം സെൻട്രൽ ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ BJP സഖ്യവും ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയും അധികാരത്തിൽ. 288-ൽ 220-ലേറെ സീറ്റ് നേടിയാണ് മഹാരാഷ്ട്രയിൽ BJP സഖ്യത്തിന്റെ മിന്നും ജയം. ജാർഖണ്ഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനം നടത്തിയാണ് JMM കോൺഗ്രസ് സഖ്യം അധികാരം നിലനിർത്തിയത്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ ചുവടുകളെല്ലാം പിഴച്ചു. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭയിൽ ആവർത്തിക്കാൻ കഴിയാതെ കോൺഗ്രസും ഉദ്ധവ് താക്കറെയും ശരത് പവാറും തകർന്നടിഞ്ഞു. തകർപ്പൻ ജയമാണ് മഹാരാഷ്ട്രയിൽ BJPയുടെ മഹായുതി സഖ്യത്തിന്റേത്. 288 അംഗ നിയമസഭയിൽ 220ഓളം സീറ്റുകളിൽ വിജയം. BJPക്ക് തനിച്ച് 125-ലേറെ സീറ്റ്. BJP സഖ്യത്തിനാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും വിജയം പ്രവചിച്ചതെങ്കിലും പ്രവചനങ്ങളെയെല്ലാം മറികടക്കുന്ന മിന്നും ജയം. ഏക്നാഥ് ഷിൻഡെയെയും അജിത് പവാറിനെയും മറുകണ്ഠം ചാടിച്ച് സംസ്ഥാന ഭരണം അട്ടിമറിച്ചെന്ന ആരോപണത്തെ മറികടക്കാൻ ഈ വിജയത്തിലൂടെ BJPക്ക് കഴിയും. ജാർഖണ്ഡിലാകട്ടെ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം BJPക്കും കേന്ദ്ര സർക്കാരിനും മേലുള്ള രാഷ്ട്രീയ വിജയമാണ്. തന്നെ അറസ്റ്റ് ചെയ്ത് 5 മാസം ജയിലിലിട്ട കേന്ദ്ര ഏജൻസികളോടുള്ള ഹേമന്ത് സോറന്റെ മധുര പ്രതികാരം. JMMഉം കോൺഗ്രസും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ നിലവിൽ ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായേക്കും. നിലവിൽ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ അതേ സ്ഥാനത്ത് തുടർന്നേക്കും. ശിവസേന ഷിൻഡെ വിഭാഗവും അജിത് പവാറിന്റെ NCPയും മികച്ച പ്രകടനമാണ് നടത്തിയത്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും. അട്ടിമറികളും ഭരണമാറ്റവുമില്ല. ലോക്സഭയിലെ മുന്നേറ്റം നിലനിർത്താൻ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിനും ജാർഖണ്ഡിൽ BJPക്കും കഴിഞ്ഞില്ല. മഹാരാഷ്ട്രയിലെ വൻ മുന്നേറ്റം BJPക്കും, ജാർഖണ്ഡിലെ വിജയം ഇന്ത്യ സഖ്യത്തിനും ആത്മവിശ്വാസം കൂട്ടും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. 48 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ NDAക്ക് മേൽക്കൈ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 28ഇടത്ത് BJP സഖ്യം വിജയം നേടി. വയനാട്ടിൽ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയിലൂടെ നിലനിർത്തിയപ്പോൾ മഹാരാഷ്ട്രയിലെ നാന്ദേഡ് കോൺഗ്രസിൽ നിന്ന് BJP പിടിച്ചെടുത്തു. ഉത്തർപ്രദേശിൽ 9 മണ്ഡലങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ലോക്സഭയിലെ തിരിച്ചടിക്ക് ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ BJPക്ക് മികച്ച നേട്ടം. 3 സിറ്റിംഗ് സീറ്റുകളിൽ ഉൾപ്പെടെ 6ഇടത്താണ് BJP ജയം. ഒരു മണ്ഡലത്തിൽ RLDയും. 4 സീറ്റുണ്ടായിരുന്ന സമാജ്വാദി പാർട്ടിക്ക് ജയം 2ഇടത്ത് മാത്രം. രാജസ്ഥാനിൽ 7-ൽ 5ഇടത്താണ് BJP ജയം. ദൌസ മണ്ഡലം കോൺഗ്രസ് നിലനിർത്തി. ബീഹാറിൽ 4 മണ്ഡലങ്ങളിലും NDAക്ക് ജയം. രാംഗഡ് മണ്ഡലം RJDയിൽ നിന്ന് BJP പിടിച്ചെടുത്തു. അസമിൽ 5-ൽ 5ഉം NDA സഖ്യത്തിന്. ഗുജറാത്തിലെ വാവ് മണ്ഡലം കോൺഗ്രസിന് നഷ്ടമായി. BJPക്കാണ് ഇവിടെ ജയം. പഞ്ചാബിൽ 4ഇടത്തെ തിരഞ്ഞെടുപ്പിൽ 3-ൽ ആം ആദ്മി പാർട്ടിയും 1ഇടത്ത് കോൺഗ്രസുമാണ്. മേഘാലയയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ NDA ഘടകകക്ഷി NPP പിടിച്ചെടുത്തു. മഹാരാഷ്ട്രയിലെ നാന്ദേഡ് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തത് BJPക്ക് നേട്ടമായി.
കർണാടകയിൽ 3 കോൺഗ്രസിന് തിളക്കമാർന്ന ജയമാണ്. 2 NDA സീറ്റുകൾ പിടിച്ചെടുത്തപ്പോൾ ഒരു മണ്ഡലം നിലനിർത്തി. പശ്ചിമബംഗാളിൽ 6 തൃണമൂൽ കോൺഗ്രസിനാണ് ജയം. ഇതിൽ 1 സീറ്റ് BJPയിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ന്യൂസ് ഡെസ്ക് 24.